ഇത് നമ്മൾ അരിദോശയാണ്, തലേന്ന് അരിച്ച് വെച്ച മാവാണിത്. ദോശയല്ല, നോൺ സ്റ്റിക്കാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് നല്ലപോലെ പരത്തി അതിൽ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ മൂടിയെടുക്കാം. അതേപോലെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാകുമ്പോൾ നമുക്ക് എണ്ണ പുരട്ടണം. ഇതാകുമ്പോൾ നമുക്ക് എണ്ണ പുരട്ടാതെ തന്നെ എല്ലാം നൈസായിട്ട് തന്നെ എടുക്കാം. പിന്നെ നമ്മൾ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ള കറിയാക്കിയിട്ടുള്ള ഉള്ളിയാണ്. ഉള്ളി നല്ലപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ട്. അത് പാത്രം ചീൻചട്ടി വെച്ച് പാത്രം ചൂടായിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളിയിൽ നമുക്കിത് ഉള്ളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഉള്ളി ഇതിൽ നമുക്ക് ഉപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു തക്കാളിയും കൂടി മുറിച്ച് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൽ മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്കൊക്കെ കുറച്ച് കറി പോലെ വേണ്ടതുകൊണ്ട് വേണം ഞാൻ വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ റോസ്റ്റായിട്ട് മതി വെച്ചാൽ വെള്ളം ഒഴിക്കാതെ എടുക്കാം. ഇത് നല്ല ആവശ്യത്തിന് കുറച്ച് കറി പോലെ ആവേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം എടുക്കാം. ഇന്ന് ഉച്ചക്കേക്ക് എനിക്ക് ഉപ്പേരിക്ക് ഞാൻ ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചീൻചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് ചക്കയും കൂടി അതിലിട്ടിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് തേങ്ങയും ഇത് വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ചതച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ടിട്ടില്ല. വേണ്ടവർക്ക് അത് ചതച്ചിടാം. ഇന്ന് ഉച്ചക്കേക്ക് കിട്ടിയിട്ടുള്ളത് മീൻ കിട്ടിയിട്ടുള്ളത് മത്തിയാണ്. അത് ഞാൻ വറക്കാനാണ് ഉപയോഗിക്കുന്നത്. മക്കൾ വറുത്താണ് കഴിക്കുന്നത് കൊണ്ട് വറുത്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് എടുത്തത് മുളകിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്കേക്ക് നമുക്ക് ചക്കക്കറിയും ചക്ക ഉപ്പേരിയും മത്തി ഫ്രൈയും മത്തിക്കറിയാണ്